പാമ്പുകടിയേറ്റ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരമായി തുടരുന്നുവെന്നാണ് വിവരം. കണ്ണൂർ പട്ടുവം സ്വദേശി നാരായണിയും കാസർഗോഡ് എളേരിത്തട്ടിലെ 4.5 വയസ്സുകാരി ഋതുചന്ദ്രയുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. രണ്ടുപേരും വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഗൂഗിൾ വേണുഗോപാൽ കണ്ണൂർ നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഗൂഗിൾ, പറയൂ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് രണ്ടുപേർക്കും വീടിന്റെ പരിസരത്ത് വെച്ച് പാമ്പുകടിയേൽക്കുന്ന സാഹചര്യമുണ്ടായത്. കണ്ണൂർ പട്ടുവം സ്വദേശിയായിട്ടുള്ള നാരായണി വീടിന്റെ സമീപത്ത് നിന്ന് ചകിരിയും വിറകുമൊക്കെ ശേഖരിക്കുന്നതിനിടയിൽ അതിനിടയിലായിരുന്നു ഈ പാമ്പ് കടിച്ചത്. വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന പാമ്പായിരുന്നു കടിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ വളരെ പെട്ടെന്ന് തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചു. അവരിപ്പോൾ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാനടുത്തുള്ള എളേരിത്തട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ 4.5 വയസ്സുകാരി ഋതുചന്ദ്ര കുട്ടി വീട്ടിനകത്ത് വെച്ച് കളിപ്പാട്ടമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുകയായിരുന്നു. ആ സമയത്താണ് മൂർഖൻ പാമ്പ് കുട്ടിയെ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കുട്ടിയെയും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പാമ്പുകടിയേറ്റ് ഒരു വയോധിക മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പട്ടുവത്ത് തന്നെയുള്ള, അതായത് നാരായണിയെ പ്രവേശിപ്പിച്ചുള്ള നാരായണിയുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള നഫീസ എന്ന് പറയുന്ന ഒരു വയോധികയെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന പാമ്പ് തന്നെ കടിക്കുകയും പിന്നീട് അവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിക്കുകയും ചികിത്സയിൽ ഇരിക്കുന്ന സമയത്ത് മരണപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പലയിടങ്ങളിൽ നിന്നായിട്ട് പാമ്പിനെ, അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, വീടിനകത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആരാധനാലയത്തിനകത്തൊക്കെ പാമ്പ് കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ചൂടുകാലമാകുമ്പോൾ പാമ്പ് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇപ്പോൾ എന്തായാലും ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആന്റിവനം സൗകര്യമൊക്കെ ഉണ്ട്. അവരിപ്പോൾ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധരുടെ നിരീക്ഷണത്തിനാണുള്ളത്. രണ്ടുപേരും വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.